ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GST ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GST എസ്സേ ക്വസ്റ്റ്യൻ സെക്ഷനിൽ ഒരു എസ്സേ പ്രോബ്ലവും ബാക്കിയുള്ളത് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. എസ്സേ പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതുവരെയുള്ള എല്ലാ പേപ്പേഴ്സിലും തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആയിരിക്കും എപ്പോഴും എസ്സേ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ കുറച്ചെങ്കിലും എന്ത് ചെയ്തിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് നോക്കാം, ഒരു പ്രോബ്ലം എല്ലാം വരുന്ന ടൈപ്പ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24 മിസ്റ്റർ എക്സ് ഹാസ് ഫർണിഷ്ഡ് ഫോളോയിങ് ഇൻഫോർമേഷൻ. അപ്പോൾ പ്രീവിയസ് ഇയർ 2023-24 മിസ്റ്റർ എക്സിൻ്റെ കുറച്ച് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട് 5,20,000. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇൻകംസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അയാൾ കുറച്ച് പേയ്മെൻറ്റ്സ് ആ ഇയറിൽ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പേയ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ്. അപ്പോൾ അയാളുടെ ലൈഫിന് വേണ്ടിയിട്ട് തന്നെ അയാൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ വൈഫ് ലൈഫ്, അയാളുടെ വൈഫിൻ്റെ പേരിൽ അയാൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. മെഡിക്ലെയിം ഇൻഷുറൻസിന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അയാളുടെ ഫാദർ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അയാളുടെ ഫാദർ അയാളെ ഡിപ്പെൻഡഡ് ആണ്. ആ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഫാദറിൻ്റെ മെഡിക്കൽ എക്സ്പെൻസസ്, ട്രീറ്റ്മെൻറ്റിന് വേണ്ട മെഡിക്കൽ എക്സ്പെൻസസ് അയാൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അയാൾ എന്തൊക്കെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്? പ്രൈം മിനിസ്റ്ററിൻ്റെ നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഡിറ്റർമൈൻ ഹിസ് ടോട്ടൽ ഇൻകം ഫോർ അസസ്മെൻറ്റ് ഇയർ 2024-25 ബൈ അനലൈസിങ് ഈച്ച്. എല്ലാം നോക്കിയിട്ട് അസസ്മെൻറ്റ് ഇയർ 2024-25 അയാളുടെ ടോട്ടൽ ഇൻകം എത്രയായിരിക്കുമെന്ന് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്, ടോട്ടൽ ഇൻകം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇൻകം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആദ്യം തന്നെ കാണണം അല്ലേ. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടിട്ട് അതിൽ നിന്ന് ഡിഡക്ഷൻസ് കുറച്ചുണ്ട്. അണ്ടർ സെക്ഷൻ 80C തൊട്ട് 80U വരെയുള്ള കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെ കാണാം? ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാനായിട്ട് നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത്. ആ 5 ഹെഡ്സ് ഓഫ് ഇൻകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ അതിൽ എന്തൊക്കെ വരാം? ലോസസ് വരാം, അതുപോലെ തന്നെ ഗെയിൻസും വരാം അല്ലേ. അപ്പോൾ ലോസസിനെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യും എല്ലാം ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണ് വരിക? ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ്, പേയ്മെൻറ്റ്സ് ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ ഇൻകം എന്ത് ചെയ്യേണ്ടത്? ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ടോട്ടൽ ഇൻകം നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ എന്ത് കൊടുക്കുക? ഹെഡ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ്. ആരുടെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്? മിസ്റ്റർ എക്സിൻ്റെ ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ് ഫോർ അസസ്മെൻറ്റ് ഇയർ 2024-25 പെർട്ടിക്കുലേഴ്സ് കൊടുത്തു, 2 എമൗണ്ട് കോളം കൊടുത്തു. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഹെഡ്സ് ഓഫ് ഇൻകവും നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ഇൻകം ഫ്രം സാലറി അല്ലേ. ഇവിടെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താം? ഇൻകം ഫ്രം സാലറി എഴുതാം. ഇൻകം ഫ്രം സാലറി എത്ര കൊടുത്തിരിക്കണേ? 5,20,000. ആ എമൗണ്ട് നമ്മൾ അതുപോലെ തന്നെ എഴുതി. നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇവിടെയും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. അപ്പോൾ 95,000 തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 95
20,000. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് അല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇൻകം ഫ്രം സാലറി കഴിഞ്ഞു, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി അടുത്തത് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റോ ഗെയിനോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഹെഡ് അവിടെ ഇല്ല. നെക്സ്റ്റ് പിന്നെ നോക്കേണ്ടത് നമ്മൾ എന്താണ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ്റെ തന്നിട്ടുണ്ട്. ഏതാണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും തന്നിട്ടുണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എഴുതാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്, 30,000 ആണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലൂസും തന്നിട്ടുണ്ട്. ഗെയിനും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ലോസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലോസിനെ നമ്മൾ ഈ ഗെയിൻ കൊണ്ട് എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ലോസ് വന്നിരിക്കുന്നത് 5,000 ആണ്, ഗെയിൻ വന്നിരിക്കുന്നത് 30,000 ആണ്, ലോസ് വന്നിട്ടുള്ളത് 5,000 ആണ്. സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗെയിനിൽ നിന്ന് ലോസ് കുറയ്ക്കാം. ഗെയിനിൽ നിന്ന് ലോസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 30,000 നിന്ന് 5,000 കുറയ്ക്കുമ്പോൾ 25,000 കിട്ടും. ആ 25,000 ആണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഗെയിനിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത്. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്, 25,000 ആണ്. അതിവിടെ ലോസ് വന്നതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് എഴുതിയത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പം നമ്മുടെ ആ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണുള്ളത്. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഇവിടെ എന്ത് മാത്രമാണ് തന്നിട്ടുള്ളത്, ബാങ്ക് ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ആ ബാങ്ക് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഇതാ, ബാങ്ക് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എത്രയാ, 18,000. ആ 18,000 എഴുതി. ഇനി എന്ത് ചെയ്യുക, ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിനെയും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. നമുക്കിവിടെ എല്ലാ ഇൻകം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് എമൗണ്ട് കിട്ടണത്, 6,58,000 ആണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകമായിട്ട് കിട്ടണത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം, ഡിഡക്ഷൻസ് ലെസ് ചെയ്യണം. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ലെസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ടോട്ടൽ ഇൻകം കിട്ടുക. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിഡക്ഷൻസ് നോക്കാം. ഇവിടെ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ് ഡിഡക്ഷൻസ്. അപ്പോൾ ഏതൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട്, ഫസ്റ്റ് വൺ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് എന്ന് പറയുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ആണ്. അതുപോലെ തന്നെ ഓൺ വൈഫ്സ് ലൈഫ് വരുന്ന ലൈഫ് ഇൻഷുറൻസ് പ്രീമിയവും ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C തന്നെയാണ്. ഡെപ്പോസിറ്റ് ഇൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടും 80Cയിൽ വരുന്ന ഡിഡക്ഷനാണ്. മെഡിക്ലെയിം ഇൻഷുറൻസ് 80Dയിൽ വരുന്ന ഡിഡക്ഷനാണ്. അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസസ് ഓൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് 80DD വരുന്ന ഡിഡക്ഷനാണ്. പിന്നെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിലും പ്രൈം മിനിസ്റ്ററിൻ്റെ നാഷണൽ റിലീഫ് ഫണ്ടിലേക്കുള്ള ഡൊണേഷൻ 2 80Gയിൽ വരുന്ന ഡിഡക്ഷൻസ് ആണ്. അപ്പോൾ ഇത്രയും ഡിഡക്ഷൻസ് ആണുള്ളത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ലെസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 80Cയിൽ വരുന്ന ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80Cയിൽ വരുന്ന ഡിഡക്ഷൻസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര രൂപയാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക, നമുക്ക് തന്നിട്ടുള്ളത് 22,000 എന്നാണ്. പേയ്മെൻറ്റ് അയാൾ ചെയ്തിട്ടുള്ളത് 22,000 ആണ്. പക്ഷേ ഈ 22,000 മൊത്തത്തിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എത്രയാണോ സം അഷ്വർ ചെയ്തിട്ടുള്ളത് ആ സം അഷ്വർ ചെയ്തതിൻ്റെ 10% മാത്രമാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സം അഷ്വർ ചെയ്തിരിക്കുന്നത് എത്രയാണ്, 2 lakh അല്ലേ. അപ്പോൾ ആ 2 lakhൻ്റെ 10% ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. 2 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 20,000 ആണ് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ നെക്സ്റ്റ് വൺ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം തന്നെയാണ്. ഇത് നിങ്ങൾ ആൻസറിൽ എഴുതുമ്പോൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം തന്നെയാണ്, വൈഫിൻ്റെ ആണ്. അതും എത്രയാണ്, 10,000 ഇവിടെ തന്നിട്ടുണ്ട്. സം അഷ്വേർഡ് നോക്കുക, സം അഷ്വേർഡ് എത്രയാണ്, 1 lakh ആണ്. 1 lakhൻ്റെ 10%, അപ്പോൾ എത്രയാണ്, 10,000 തന്നെയാണ് വരിക. ആ 10,000 തന്നെയാണ് നമുക്കിവിടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. തേർഡ് വൺ ഡെപ്പോസിറ്റ് ഇൻ PPF ആണ്. ഡെപ്പോസിറ്റ് ഇൻ PPF എത്രയാണോ ആ എമൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. എത്രയാണ്, 18,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ 18,000 ടോട്ടൽ എന്ത് ചെയ്തു, ഡിഡക്റ്റ് ചെയ്തു.
ഓക്കെ അല്ലേ? അപ്പോൾ 80Cയിൽ ഈ 3 20,000 10,000 18,000 ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48,000 ആണ് ഡിഡക്ഷൻ വരുന്നത് 80Cയിൽ കേട്ടോ. നെക്സ്റ്റ് നമുക്കിവിടെ 80Dയിലെ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് തന്നിട്ടുണ്ട്. അണ്ടർ സെക്ഷൻ 80Dയിലെ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഓൺ ഹെൽത്ത് ആണ് 12,000 ആണ്. അത് ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും 12,000. അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 80DDയിലും ഒരു മെഡിക്കൽ എക്സ്പെൻസസിൻ്റെ തന്നിട്ടുണ്ട്. മെഡിക്കൽ എക്സ്പെൻസസിൻ്റെ ഡിപ്പെൻഡൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിക്കൽ എക്സ്പെൻസസിൻ്റെയാണ് എത്രയാണ്? 75,000 ആണ്. അത് ഡിസബിലിറ്റി 50% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 75,000 ഫുള്ളായിട്ട് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ 75,000 ഫുള്ളായിട്ട് നമ്മൾ എടുത്തു. അപ്പം നമ്മുടെ 80DDയിൽ 12,000ഉം 75,000 ആണ് വരുന്നത്. നെക്സ്റ്റ് പറയണത് 80Gയിലെ ഡിഡക്ഷൻ ആണ് അല്ലേ? അണ്ടർ സെക്ഷൻ 80Gയിൽ ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട്, പ്രൈം മിനിസ്റ്ററിൻ്റെ റിലീഫ് ഫണ്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ഡൊണേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഫുള്ളായിട്ട് ഇവിടെ ഡിഡക്ഷനായിട്ട് നമുക്ക് അവെയിൽ ചെയ്യാനായിട്ട് പറ്റും. 10,000 എടുക്കാം. പിന്നെ നെക്സ്റ്റ് ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് നമുക്ക് എത്ര മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ? നമ്മൾ എത്രയാണോ കൊടുത്തിട്ടുള്ള എമൗണ്ട് അതിൻ്റെ 50% ഹാഫ് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 12,000 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? 6,000 മാത്രമേ അവെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഡിഡക്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? ഇതിൽ നിന്ന് ലെസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ 80DD 12,000ഉം 75,000 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 87,000 നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ ഒരു 16,000. ഇത് മൂന്നും നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഇൻകം ആയിരിക്കും. അപ്പം നമുക്ക് ലെസ് ചെയ്തൂടെ? 6,58,000 നിന്ന് 48,000 കുറയ്ക്കാം, 87,000 കുറയ്ക്കാം, 16,000 കുറയ്ക്കാം. അപ്പം നമുക്ക് 5,07,000 ആയിരിക്കും ഫൈനലായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയണേ? ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ടോട്ടൽ ഇൻകം ഷുവർ എസ് എ പ്രോബ്ലം ആണ്. എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുക, ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. പിന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകെങ്കിലും കറക്റ്റായിട്ട് എഴുതാം. സെറ്റ് ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോസസും ഗെയിൻസൊക്കെ സെറ്റ് ഓഫ് ചെയ്ത് എഴുതാം. പിന്നെ ഡിഡക്ഷൻസ് ജസ്റ്റ് ഈ 80C 80D 80G കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. അതൊക്കെ മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. നന്നായി സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇൻകം എന്തായാലും ഷുവർ ആയിട്ടുള്ളൊരു എസ്എ പ്രോബ്ലം ആണ്. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രേ പറഞ്ഞത് ഓക്കെയാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നോട്ട്സുകൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി 2 മാർക്കിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.